ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരായിരിക്കണം നിന്റെ കാമുകി? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് അവന്റെ കൂട്ടുകാരനെ പറ്റിയിട്ട് പരാതി പറയുന്നു. എന്താണ് പരാതി എന്നറിയോ? റസൂലേ, ഞാൻ എന്റെ കൂടെ നടക്കുന്ന, എന്നോട് സംസാരിക്കുന്ന, എന്നോട് തമാശകൾ പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട് നബിയേ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനിക്ക് ഒരു കാമുകയുണ്ട് നബിയേ. അവന്റെ കല്യാണം കഴിഞ്ഞില്ലേ നബിയേ? പിന്നെ എന്തിനാണ് വേറെ ഒരു പെണ്ണിന്റെ പിന്നിലൂടെ അവൻ കടന്നു പോകുന്നത് നബിയേ? അവന്റെ പ്രിയപ്പെട്ടവള് പാവപ്പെട്ട ഒരു പെണ്ണല്ലേ നബിയേ? അവളെ വഞ്ചിക്കാൻ എങ്ങനെ ഇവനിക്കു മനസ്സ് വരുന്നു നബിയേ? അവനെപ്പോഴും പാടുകയാണ്, അവന്റെ കാമുകിയെ പറ്റി വർണ്ണിക്കുകയാണ്. നിന്നെ കാണാനെന്ത് ചന്തമാ, നിന്റെ കണ്ണെന്ത് ചന്തമാ, നിന്റെ ശരീരം എന്ത് ചന്തമാ, നിന്റെ കവിൽത്തടം എന്ത് ചന്തമാ എന്ന് പറഞ്ഞിട്ടിങ്ങനെ പാടുമ്പോ ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നീ ഇതാരെ പറ്റി പാടുന്ന പാട്ടാണ്? അവൻ എന്നോട് പറഞ്ഞു, നബിയേ, അവന്റെ കാമുകിയെ പറ്റിയിട്ട് പാടുന്ന പാട്ടാണ് എന്ന് പറയുമ്പോ വല്ലാതെ മനസ്സ് വേദനിച്ചു പോയി. അവൻ കെട്ടിയ പെണ്ണ് എന്റെ കുടുംബത്തിലുള്ളൊരു പെണ്ണാണ് നബിയേ. അവർക്ക് ബാപ്പയില്ലാത്ത മോളാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അവളെങ്ങാണം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു കാമുകിയെ സ്നേഹിക്കുന്നുവെന്നറിഞ്ഞ അവള് പിന്നെ ജീവിച്ചിരിക്കില്ലല്ലോ നബിയേ. അവള് തളർന്നു പോകൂല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ഈ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്, മോനെ കടന്നു വാടാ, മോനെ കടന്നു വാടാ എന്ന് പറഞ്ഞിട്ടാ ചെറുപ്പക്കാരനെ വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ഓടുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ഓടുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ കുരിഞ്ഞ് വിറച്ചു നിൽക്കുകയാ. എന്നെ വിളിച്ചോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, നിന്നോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. റസൂലേ, എന്ത് ചോദിച്ചാലും ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിന്റെ നിക്കാഹ് കഴിഞ്ഞവനാണോ? അതേ നബിയേ, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാ നിന്റെ പെണ്ണിനോട് സ്നേഹമുണ്ടോ? അവളല്ലാതെ എനിക്കൊരു പെണ്ണില്ല നബിയേ. അവളല്ലാതെ എനിക്കൊരു പെണ്ണില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, നിനക്കൊരു കാമുകയുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, നിനക്ക് വേണ്ടി പാതിരാത്രി കാത്തിരിക്കുന്ന നിന്റെ പെണ്ണ്, ആ പെണ്ണിനെ നോക്കാതെ നിനക്കൊരു കാമുകയുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ. റസൂലേ, ആര് പറഞ്ഞു നബിയേ? ആര് പറഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ ചോദ്യങ്ങൾ നീ പാടുമ്പോ നീ പറയുമല്ലോ, നിന്റെ കണ്ണെത്ര ചന്തമാണ്, നിന്റെ മുഖം എത്ര ചന്തമാണ്, നിന്നെ കാണാൻ എത്ര മഞ്ചാണ് എന്ന് പറഞ്ഞിട്ട് നിന്റെ കാമുകിയെ പറ്റി പാടുമല്ലോ. ഈ സ്വഹാബിയുടെ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒലിക്കുകയാണ്. മുസ്തഫ നബി തങ്ങൾ ചോദിച്ചു, മോനെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? റസൂലേ, എന്റെ കാമുകിയാരെന്നറിയോ നബിയേ? അതെന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് നബിയേ. എന്റെ മുമ്പിലൂടെ ഒരു പെണ്ണ് കടന്നു പോയാൽ, എനിക്ക് പരിചയമില്ലാത്ത ഒരു പെണ്ണ് കടന്നു പോയാൽ, ആദ്യം ഞാൻ എന്റെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്നത് എന്റെ പ്രിയ
പ്രിയപ്പെട്ട ഭാര്യയാണ് നബിയെ. അവളെ വർണ്ണിച്ചിട്ടാ ഞാൻ പാടിയത്. അവളെന്റെ ജീവനാണ് നബിയെ. അവളെന്റെ തങ്കക്കുടമാണ് നബിയെ. അവക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഇന്ന് വരെ, കല്യാണം കഴിഞ്ഞന്നത്തെ രാത്രി മുതൽ ഇന്ന് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല നബിയെ. എന്നോടങ്ങനെ പറയല്ലേ നബിയെ. എന്റെ ചെറുപ്പക്കാരാ, കേവലം ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാർ കുറ്റം പറയാ ഷമീർ ദാരമിയെ കൊണ്ട് പറ്റൂല. പൊന്നുമോനെ, വീട്ടിന്റെ ഉള്ളിൽ കാണാൻ സൗന്ദര്യമുള്ള നല്ലതുപോലെയുള്ള പെൺകുട്ടികൾ ഇരിക്കുമ്പോ ഭാര്യമാരായി പടച്ചിറപ്പ് നിങ്ങൾ കിണയാക്കി തന്ന പെൺകുട്ടികൾ നിങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടുമ്പോ പിന്നെ എന്തിനാടാ വേറെ ഒരു കാമുകി? പിന്നെന്തിനാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഫോൺ ചെയ്യാൻ വേറെ ഒരു പെണ്ണ്? പൊന്നുമോനെ, നിന്റെ ജീവിതത്തിൽ നീ അവളെ കാമുകിയായി വർണ്ണിച്ച നിന്റെ ജീവിതം ധന്യമാകുമെന്ന് പറഞ്ഞത് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ പറയ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയെ കാമുകയായിട്ട് കാണ്, എന്നാ നിന്റെ ജീവിതത്തിൽ തന്നെ സന്തോഷം ലഭിക്കും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, വെളിയിലേക്ക് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഫോൺ കോൾ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്തൽ കുത്തുന്ന കോലത്തിൽ കടന്നു വന്നാൽ, റബ്ബേ, എന്റെ വീട്ടിലിരിക്കുന്ന എന്റെ ഭാര്യക്ക് എന്ത് കുറവാണുള്ളത്? അവള് പാവപ്പെട്ടവളല്ലേ? അവളെ ചതിക്കാൻ പറ്റുമോ? അവളെ വഞ്ചിക്കാൻ പറ്റുമോ? അവളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അവളെനിക്ക് വേണ്ടി പാതിരാത്രി ഞാൻ വരുന്നത് വരെ കാതോർത്തുകൊണ്ട് കാത്തിരിക്കുന്ന എന്റെ പെണ്ണ്, ആ പെണ്ണിനെ ചതിച്ചിട്ടും മറ്റൊരു പെണ്ണിന് വേണ്ടി എന്റെ സമയം എന്റെ സംസാരവും ഞാൻ കൊടുക്കുന്നവനായിട്ട് മാറിയ പിന്നെ എന്നെ കൊണ്ട് എന്തുപയോഗം റബ്ബേ ഉള്ളത്? ഈ ഒരു ചിന്ത എന്റെ കരളിന്റെ കഷണങ്ങളായ യുവാക്കളെ, എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പോഴാ ഈ കാണുന്ന ഈ ലോകത്തേതെങ്കിലും ഒരു പെണ്ണ് നമ്മളെ വിളിച്ചു സംസാരിച്ചു, മോനെ, ആ സമയം നീ നിന്റെ ഭാര്യയുടെ മുഖം നിന്റെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവാ. അവൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആ സൽക്കർമ്മങ്ങൾ അതൊന്ന് ഓർത്തു നോക്ക്. എന്നാ നിങ്ങൾക്ക് ഒരു തെറ്റിലേക്ക് പോകാൻ കഴിയില്ല. എത്ര കഥകളുണ്ടെന്നറിയോ? മുസ്തഫ നബി തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പല കഥകളുമുണ്ട്. നിങ്ങൾ കേൾക്കാത്ത പല കഥകളുമുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, സമയം നമുക്ക് വളരെയേറെ കുറവാണ്. അല്ലാഹു തആല ഈ സദസ്സിൽ വന്ന മുഴുവൻ സഹോദരങ്ങളെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയുമ്പോ നാളെ ഞങ്ങളുടെ മരണമാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഞങ്ങൾ ചെയ്യുന്ന ഓരോ ദുആയും ഞങ്ങളുടെ തൗബയായിട്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ തൗബയായിട്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ തൗബയായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇരിക്കുന്ന അതേ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കാണണമെന്നുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുവരും. കണ്ടേ മരിക്കാവൂ. അതിന് ഞാൻ ചൊല്ലുമ്പോൾ എന്റെ കൂടങ്ങൾ ചൊല്ലണം. ഹബീബിന്റെ റൗള നിങ്ങളുടെ മനസ്സിൽ കാണും. ഉച്ചത്തിൽ ചൊല്ലണം. ഉറക്കെ ചൊല്ലിക്കോളി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഉറക്കെ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഉറക്കെ റൗള മനസ്സിൽ കൊണ്ടുവന്ന് ചൊല്ലിക്കോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും ഹബീബിന്റെ റൗളന്റെ ചാര എത്തിക്കണം. എല്ലാവർക്കും പോണം, അവിടെ എത്തണം.
പൊന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ പൊന്നാര റൗളയിൽ പോകുന്നതെന്നാ പൂമണം വീശുന്ന റൗളാസുവനത്തിൽ കൂടുന്നതെന്നാണ് ഹൃദയം ചേരുന്നതെന്നാണ് പൊന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ പൊന്നാര റൗളയിൽ പോകുന്നതെന്നാ പൂമണം വീശുന്ന റൗളാസുവനത്തിൽ കൂടുന്നതെന്നാണ് ഹൃദയം ചേരുന്നതെന്നാണ്. നമ്മളോട് എത്തിക്കട്ടെ. വളരെ മനസ്സിൽ തട്ടി നാമ്യം പറയും അള്ളാഹു നമ്മളോട് എത്തിക്കട്ടെ. മരിക്കുന്ന സമയം ഹബീബിനെ കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ അവിടെ നിന്ന് പറഞ്ഞു സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം, അവരെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം, അവരോട് കുട്ടികളെ പോലെ നിങ്ങൾ സന്തോഷത്തോട് കഴിഞ്ഞുകൂടണം എന്നൊക്കെ പഠിപ്പിച്ചത് ഞാനോ ഉമർ ഹുദവി ഉസ്താദോ ഒന്നും അല്ല. പിന്നെ ആരാണ്? ഒരിക്കലും കളവ് പറയാത്ത വിശാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടിന്റെ ഉടമസ്ഥരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുസ്തഫ നബി തങ്ങളെ എത്ര സ്നേഹിച്ച റസൂലുള്ളാഹി തങ്ങൾ അല്ലേ? അവരുടെയൊക്കെ ജീവൻ തന്നെയാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ, മുസ്തഫ നബി തങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുന്ന വിഷയത്തിൽ സ്നേഹിച്ചു തോൽപ്പിച്ചിട്ടേ ഉള്ളൂ. പടച്ചവനെ, ഒരു വേള ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പില് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പില് ഒരു സ്വഹാബി ആടിന്റെ തൊടഭാഗം അവിടെ നിന്ന് പാചകം ചെയ്തിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്കൊന്ന് കൊണ്ടുകൊടുക്കുമ്പോ റസൂലുള്ളാഹി ഒരു മാംസഭാഗം എടുത്ത് ആയിഷാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ആയിഷ ഇപ്പൊ എനിക്ക് വേണ്ട മോളെ, ആയിഷ നീ കഴിച്ചോ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ ഒരു മാംസത്തിന്റെ ഭാഗം എടുത്തിട്ടൊന്ന് കടിച്ചു. എന്നിട്ട് കടിക്കുന്ന സമയത്ത് അതിനകത്ത് ഉമിനീര് പിരണ്ടിട്ടുണ്ട്. അതും മാറ്റിവെച്ചു. ആയിഷ ബീവി റസൂലുള്ളാഹിനെ വന്ന് പരീക്ഷിക്കാൻ നോക്കുകയാ. ഇനി എവിടെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ കടിക്കുന്ന എന്നറിയാ. ആയിഷ ബീവി നോക്കിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്നേഹത്തിന്റെ നിധിയേ, മനസ്സിന്റെ തണിയേ, മദീനത്തിന്റെ രോമാഞ്ചമേ, മനസ്സിന്റെ മാണിക്കക്കല്ലേ, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ കടിച്ച ഭാഗത്ത് ഉമിനീര് പിരണ്ടിട്ടുണ്ടല്ലോ, അതേ സ്ഥലം തന്നെ അല്ലാഹുവിന്റെ റസൂൽ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് എടുത്തൊന്ന് കടിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കവിൾക്കടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി വലിച്ചിറങ്ങുകയാണ്. മുസ്തഫ നബിയോട് പറയുന്നു, നബിയേ, ഹബീബേ, അവിടെ നിന്ന് എന്നെ തോൽപ്പിച്ചല്ല നബിയേ. റസൂലല്ലാഹ് ഞാൻ അവിടെ നിന്ന് കടിച്ചു വെച്ചിപ്പോ ഉമിനീരിന്റെ കുറച്ചു ഭാഗം മാറ്റിവെച്ചു നബിയേ. എന്തിനെന്നറിയോ? അവിടെ നിന്ന് എവിടെന്നാണ് കഴിക്കുന്ന എന്നറിയാ. എന്നാൽ എന്റെ ഉമിനീര് പറ്റിയ സ്ഥലത്തും തന്നെ കഴിച്ചില്ല നബിയേ. പൊരുത്തപ്പെട്ട് തരണേ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുഖമില്ലാതെ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. രണ്ട് ആളുകൾക്ക് ലഭിക്കുന്ന പനി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്ന് വന്നു ഭവിച്ചപ്പോ അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ആയിഷാനെ വിളിച്ചിട്ട് പറയുന്നു, ആയിഷ, മുഴുവൻ
മുഴുവൻ ഭാര്യമാരെയും ഒന്ന് കടന്നു വരാൻ പറയോ. എല്ലാ ഭാര്യമാരെയും വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എനിക്ക് വല്ലാത്ത രോഗമാണ്, എനിക്ക് ക്ഷീണമാണ്, വല്ലാത്ത വിഷമമാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷാന്റെ വീട്ടിലൊന്ന് കിടക്കാ, എനിക്ക് നിങ്ങൾ സമ്മതം തരണേ. എല്ലാ ഭാര്യമാരോടും റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ആയിഷ ബീവിയുടെ മടിയിൽ റസൂലുള്ളാഹി തങ്ങൾ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. മലക്കുൽ മൗത്ത് കടന്നു വരുന്ന രംഗമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയത്ത് പറഞ്ഞല്ലോ, ഇല്ലല്ലോ, ഒരാളെപ്പോലും ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് കടത്തിവിടില്ല. എന്റെ ബാപ്പിച്ച് സുഖമില്ലാതെ രോഗമായിട്ട് വീട്ടിന്റെ ഉള്ളിൽ കഴിയുകയാണ്, അതുകൊണ്ട് സംസാരിക്കാൻ സമ്മതം തരൂല്ല. പടച്ചറബേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറയുന്നു, മോളെ ഫാത്തിമ, ആ വന്നിരിക്കുന്നതാരെന്നറിയോ ഫാത്തിമ? അത് മലക്കുൽ മൗത്താണ് ഫാത്തിമ. എന്റെ റൂഹ് പിടിക്കാൻ വന്നതാണ് ഫാത്തിമ. അതുകൊണ്ട് അവിടുന്ന് മലക്കുൽ മൗത്തിനെ കടത്തിവിട് ഫാത്തിമ. മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ ആയിഷാനെ വിളിക്കുന്നു, ആയിഷ, അറാക്ക് കൊണ്ടുവാ ആയിഷ. എന്നിട്ട് എനിക്ക് നല്ലതുപോലെ മയപ്പെടുത്തി നിന്റെ വായിൽ വെച്ചിട്ട് നല്ലതുപോലെ വന്ന് തരണം ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പനിച്ചു കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്തിരുന്ന് അറാക്ക് കൊണ്ടുവന്നിട്ട് അവിടത്തെയുടെ പല്ലുകൊണ്ട് കടിച്ച് ചവച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്കൊന്ന് കൊടുക്കുമ്പോ സ്നേഹമുള്ള ഭർത്താവ് പറഞ്ഞ വാക്കെന്തറിയോ? ആയിഷ, ഒന്ന് ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊടുക്കാൻ വരുന്നുണ്ടോ? ആയിഷ ബീവിയുടെ മനസ്സിൽ ചിന്ത വരികയാണ്, അല്ലാഹുവേ, ലോകത്തിന്റെ രാജകുമാർ ഇവിടന്ന് വിട പറഞ്ഞു പോകുമ്പോ റബ്ബേ, അവസാനമായിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടന്ന് വിട പറയുന്ന സമയമുണ്ടല്ലോ, ഈ ഒരു സമയത്ത് ഈ ആയിഷാന്റെ ഉമിനീര് പറ്റിച്ചിട്ടുള്ള അറാക്ക് കൊടുക്കണോ എന്ന് പറഞ്ഞിട്ടൊരു തുണിയെടുത്തിട്ട് തുടക്കാൻ വരുമ്പോ റസൂലുള്ള വിളിക്കുന്ന, മോളെ ആയിഷ, തുടക്കല്ല മോളെ, നിന്റെ ഉമിനീര് കൊണ്ട് മയമുള്ള അറാക്കായി എനിക്ക് തരണേ ആയിഷ. എന്റെ പ്രിയമുള്ള ബാപ്പമാര്, ഇതുപോലെ സ്നേഹം ഭാര്യമാരോട് സ്നേഹം കൊടുത്ത്, ഭാര്യമാരെ ഇഷ്ടപ്പെട്ട്, ഭാര്യമാരോട് കഥ പറഞ്ഞ്, ഭാര്യമാരോട് സംസാരിച്ച്, ഭാര്യമാരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ആയിഷ ബീവി പെട്ടെന്നൊരു പൊട്ടിത്തെറിയുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് പോലും പുഞ്ചിരിയോട് ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചതാരോ? അത് മദീനയുടെ പൂങ്കമറ് നബിയുനാ ഇന്നിവിടെ കുമ്പളയിലെ ഉറൂസിന്റെ ഭാഗമായി കടന്നു വന്ന എന്റെ പൊന്നു ബാപ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് പറയാൻ പറ്റുമോ റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ, മുസ്തഫ നബി തങ്ങളുടെ ജീവിതത്തിന്റെ ഒരല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് പറയാ? കുമ്പളയിൽ കടന്നു വന്ന എന്റെ പൊന്നുമോനെ, നിനക്ക് കഴിയോ ചെറുപ്പക്കാരാ? നിങ്ങളുടെ ഭാര്യ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരൽപ്പം ഭക്ഷണമെടുത്ത് കഴിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുമോ? വീട്ടിന്റെ ഉള്ളിൽ ഭാര്യയും കൂടെ കഴിയുമ്പോ ഒരു പാത്രത്തിൽ നിന്ന് എത്ര പേരാണ് പൊന്നുമോനെ കഴിച്ചിട്ടുള്ളത്? അതേ സമയത്ത് ഭാര്യ വല്ലതും ഭാര്യയുടെ പാത്രത്തിൽ നിന്ന് നിങ്ങളുടെ പാത്രത്തിലേക്ക് ഇട്ടാൽ പുറം കൈ കൊണ്ട് തട്ടിയിട്ട് എന്തിനാണ് വേസ്റ്റ് വാരി എന്റെ പാത്രത്തിൽ ഇടുന്നത്, വേസ്റ്റ് വാരി എന്റെ പാത്രത്തിൽ ഇടുന്നത് എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ കുറ്റപ്പെടുത്തുമ്പോ
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന മോളെ ഫാത്തിമ, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ ഭർത്താവ് നിന്റെ പാത്രത്തിൽ നിന്ന് വല്ലതും എടുത്തു കഴിച്ചാൽ, അതല്ല നീ നിന്റെ ഭർത്താവിന്റെ പാത്രത്തിൽ നിന്ന് വല്ലതും എടുത്തു കഴിച്ചാൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഗഗനലോകത്തുള്ള മുഴുവൻ മാലാഖമാർ ആ ഒരു സന്തോഷം കണ്ടിട്ട് പടച്ചവനോട് പറയും, അല്ലാഹുവേ, ആ കുടുംബത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്ന ആ ഭാര്യക്കും ഭർത്താവിനും നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ എന്നവിടം വിളിച്ചു പറയുമെന്ന് പറഞ്ഞത് ഖൽബിന്റെ മുത്തായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്നേഹം നഷ്ടപ്പെട്ടു പോയി, കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഖദീജ ബീവി ഖാല കടന്നു വന്നിട്ട് സലാം പറയുന്നത്, പടച്ച റബ്ബേ, വിഷമിച്ചു കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോ ഖദീജാന്റെ ശബ്ദം പോലെ ഒരു ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവേ, എന്റെ ഖദീജാന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. അപ്പോഴാണ് റസൂലുള്ള ചോദിച്ചു, ആരാണ്? ഞാൻ ഖാലയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ട ഖദീജാന്റെ സഹോദരിയാണ്. അല്ലാഹുമ്മ ഖാല, പൊന്നുമോളെ കടന്നു വന്നിരുന്നു, വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഖാലയെ പിടിച്ച് വീട്ടിന്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് കഥകൾ പറഞ്ഞു, ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞു, ഒരുപാട് സന്തോഷങ്ങൾ പറഞ്ഞു. അപ്പോഴും ചുറുചുറുക്കുള്ള അനുഗ്രഹത്തിന്റെ പൂങ്കുയില് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ ഉള്ളിലാണ്. പടച്ചവനെ, ഖാല പിരിഞ്ഞു പോയതിന് ശേഷം ആയിഷ ചോദിച്ചു, നബിയേ, ശരീരങ്ങൾ ചുക്കുചുളഞ്ഞു പോയ, മുഖം ചുളിഞ്ഞു പോയ ഒരു പെണ്ണ്, അജൂസയായ ഒരു പെണ്ണ്, വൃദ്ധയായ ഒരു പെണ്ണ് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയില്ലേ നബിയേ? അതിനേക്കാൾ കാണാ സൗന്ദര്യമുള്ള ചുറുചുറുക്കുള്ളൊരു പെണ്ണാകുന്ന ആയിഷാണ് തന്നില്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എന്റെ ഖദീജയെ പോലെ ഒരു പെണ്ണിനെ അല്ലാഹുവിനേക്ക് തന്നിട്ടില്ല ആയിഷ. അത്രത്തോളം സ്നേഹം കൊടുത്തു പോയി. സ്വന്തം ഭാര്യ, വയസ്സായ ഒരു ഭാര്യയാകട്ടെ, രോഗിയായി കിടക്കുന്ന ഭാര്യയുടെ ചാരത്ത് പോയി ആ ഭാര്യയുടെ വിരളൊന്ന് കോർത്തു പിടിച്ചിട്ട്, മോളെ, നീ പേടിക്കണ്ട കേട്ടോ, അല്ലാഹു നിന്റെ രോഗത്തെ മാറ്റട്ടെ. ഫഇദാ അഖദ ബികഫിഹാ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ ഇത് പറയുമ്പോൾ ഉസ്താദ്, ഇനി അത് പറ്റുമോ? പറ്റുമെന്റെ ബാപ്പ. ഒന്ന് വിരലുകൾ കോർത്തു പിടിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം അറിയോ? നമ്മൾ പോലും അറിയാതെ നമ്മുടെ പാപങ്ങൾ വിരലുകളുടെ ഇടയിലൂടെ ചോർന്നു പോകുമെന്നാണ്. വിരലുകളൊന്ന് കോർത്തു പിടിച്ചു സ്നേഹം കൊണ്ട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അതിലൂടെ ലഭിക്കുന്നത് വിരലുകൾ ചേർത്ത് പിടിച്ചപ്പോ അതിന്റെ ഇടയിലൂടെ പാപങ്ങൾ ചോർന്നു പോവാൻ അല്ലേ? എത്ര സ്നേഹിച്ചു ബീവി ഖദീജ. ഉറക്കെ പറയ്, കുടുംബ ജീവിതം മടിച്ച് പിരിഞ്ഞു പോയെന്നൊരു വാർത്ത കേൾപ്പിക്കല്ലേ റഹ്മാനെ? മനസ്സിൽ തട്ടിന്ന് പറയും, അല്ലാ, അങ്ങനത്തെ ഒരു വാർത്ത നീ കേൾപ്പിക്കല്ലേ റഹ്മാനെ? അങ്ങനത്തെ ഒരു വാർത്ത നീ കേൾപ്പിക്കല്ലേ അല്ലാ. അല്ലെ, ഭാര്യന്റെ ചാരത്ത് പോയിരുന്നിട്ട് ഭാര്യന്റെ കൈയൊന്ന് ഒന്ന് പിടിച്ചിട്ട് അവിടുന്ന്, മോളെ, നീ വിഷമിക്കണ്ട, വിരലൊന്ന് കോർത്ത് പിടിച്ചു, നീ പേടിക്കണ്ട, ഞാനില്ലേ നിന്നോടൊപ്പം. ഇത് പറയാൻ ഇതിന് എത്ര വയസ്സായാലും വേണ്ടില്ല. എന്തിനാ നമുക്കൊരു മടി? എന്തിനാ നമുക്കൊരു നാണക്കേട്? എന്തിനാ നമുക്കൊരു വിദ്വേഷം? ഇല്ലല്ലോ. ഖദീജ ബീവി അല്ലാത്ത സ്നേഹമുള്ള പെണ്ണായിരുന്നല്ലോ, വല്ലാത്തൊരു ഇഷ്ടമുള്ളൊരു മോളായിരുന്നു. മോളെന്ന് വിളിച്ചിട്ടില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹത്തോടെ സ്നേഹത്തിന്റെ വിളികൾ ഖദീജ ബീവിയെ വിളിച്ചിട്ടില്ലേ? രോഗിയായി കിടക്കുമ്പോ അടുക്കലേക്ക് ചെന്നിരുന്ന റസൂലുള്ളാഹ് കൈ കോർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഖദീജ,
ഒരുപാട് സമ്പന്നയായിരുന്നല്ലോ, ഒരുപാട് സമ്പത്തുമായി അള്ളാന്റെ ദീനിലേക്ക് വന്നവളായിരുന്നല്ലോ ഖദീജ. അവസാനം ഇവിടെ പറയുമ്പോ നല്ലതുപോലെ ഒരു നേരത്തെ ഭക്ഷണം പോലും തരാൻ ഈ ഉള്ള മുഹമ്മദിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ ഖദീജ. പച്ചിലകൾ കഴിക്കേണ്ടി വന്നിട്ടില്ലേ ഖദീജ? സുബ്ഹാനല്ലാഹ്. ആരെ പറയുന്നത്? നമ്മുടെ ഖൽബിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കാറുണ്ട്? ഇല്ല. ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? അലിയാദങ്ങൾ പോലും മഹദിയായ ബീബി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് ചെന്നിട്ട് പറഞ്ഞ ഫാത്തിന്റെ സമയത്ത് പോലും പറഞ്ഞല്ലോ, മോളെ ഫാത്തിമ, നിനക്കൊന്നും ഞാൻ തന്നിട്ടില്ലല്ലോ ഫാത്തിമ. ലോകത്തിന്റെ രാജകുമാരന്റെ കരളിന്റെ കഷണമായ പൊന്നുമോളല്ലേ നീ ഫാത്തിമ. എന്നിട്ട് പോലും നിന്നെ നല്ലതുപോലെ നോക്കാൻ ഈ ഉള്ള അലിയാരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ എത്രയാ ഉള്ളത്. റുമ്മാമ്പഴം വേണമെന്ന് പറഞ്ഞിട്ട് ഗർഭവതിയായിരിക്കുമ്പോ അവിടെ പ്രിയപ്പെട്ട അലിയാകുന്ന ഭർത്താവിനോട് പറയുമ്പോ അലിയാര് മനസ്സുകൊണ്ട് കരുതിയല്ല റബ്ബേ, എന്റെ പ്രിയപ്പെട്ടവളല്ലേ പറഞ്ഞത്, അവക്ക് കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞ് കടന്നു പോകുമ്പോ നടന്ന് പോവുകയാണ്. അവസാനം ചുരുക്കി പറയാ, നിങ്ങൾ കേട്ടതാണല്ലോ, ഒരു റുമ്മാമ്പഴം കിട്ടുമ്പോഴാ റുമ്മാമ്പഴവുമായി കടന്നു വരുമ്പോ യാ അല്ലാഹ് വഴിയോരത്തൊരു സ്വാദ് ചോദിച്ചപ്പോ തിരിച്ചു കൊടുത്തിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് വന്നില്ലേ. ഈ സംഭവം എപ്പോഴും മര്യാദകൾ വിളിച്ചു പറയാറുണ്ട്. അതാ സ്വഹാബത്തിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു കൂടെ ഇരിക്കുമ്പോ ഒരു വേള അരിയാദങ്ങളുടെ കണ്ണുകളിലൂടെ കണ്ണുനീര് വരുന്നു. സയ്യിദ് ചോദിച്ചു, അലിയേ, എന്തിനാണ് നിങ്ങൾ കരയുന്നത് അലിയേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഓർത്ത് കരയുന്ന എന്തെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമയില്ലേ, ഒരു വേള റുമ്മാമ്പഴം വേണമെന്ന് ചോദിച്ചിട്ട് അവളെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടു കൊടുക്കുക ഈ സാധുവായ അലിയിന് കഴിഞ്ഞിട്ടില്ലല്ലോ. അത് ഓർക്കുമ്പോഴിപ്പോഴും ഈ അലിയിന്റെ കണ്ണ് നിറയുന്നുവെന്ന് പറഞ്ഞു പോകുമ്പോ പാപ്പാ, 60 വയസ്സായ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഭാര്യ ലോകത്തൊന്ന് വിട പറഞ്ഞു പോയി. ആ ഭാര്യയെ കൊണ്ട് ചെന്ന പച്ചമണ്ണാവുന്ന കബറിന്റെ ഉള്ളിൽ വെച്ച് ആ ഭാര്യക്ക് വേണ്ടി ഒരു ഫാത്തിഹയോതുന്ന എത്ര ഭർത്താവാണ്, ആ ഭാര്യക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലുന്ന എത്ര ഭർത്താവാണ്. ആ ഭാര്യ മരിച്ച ആണ്ട് കടന്നു വരുമ്പോ റബ്ബേ, എന്റെ ഭാര്യ മരിച്ചിട്ട് 1 കൊല്ലമായെന്ന് പറഞ്ഞ് ആ ഭാര്യയെ പറ്റി വന്ന് ഓർക്കാൻ മനസ്സ് കാണിക്കുന്ന എത്ര ഭർത്താവാണ്. അതുകൊണ്ട് പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിറഞ്ഞിരിക്കുന്ന സദസ്സിനോട് പറഞ്ഞു കൊടുക്കുന്നു, സഹാബാ, കുടുംബ ജീവിതത്തിൽ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ അവര് വല്ലതും പറഞ്ഞാൽ ക്ഷമിച്ച് സഹിച്ചിട്ടുള്ള ജീവിതം നിങ്ങൾ മുന്നോട്ട് വെക്കണേ സ്വഭാവോ. അങ്ങനെ ജീവിതം നയിക്കുന്നവർക്ക് പടച്ചവന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട് സ്വഭാവോ. ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനോട് പിണങ്ങിയിട്ട് കിടന്നുറങ്ങാതിരിക്കുക. ആ ഉറക്കത്തിൽ മരിച്ചുപോയ കഴിഞ്ഞ നമ്മുടെ കഥ, നമ്മുടെ നിസ്കാരവും പോയി, നോമ്പും പോയി, എല്ലാം പോയി. അള്ളാന്റെ ഹബീബ് ഒന്നാമതായിട്ട് പറയാൻ, കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുമ്പോ, മോളെ ഫാത്തിമ, നീ നിന്റെ ഭർത്താവിനോട് പിണങ്ങിയിട്ട് കഴിയല്ലേ, കിടന്നുറങ്ങല്ലേ ഫാത്തിമ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങല്ലേ. എന്തിനാ? ഇന്നിപ്പോ നമ്മുടെ ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭർത്താവിനോട് മിണ്ടാതിരുന്ന 1 മാസം വേണമെങ്കിലും മിണ്ടാണ്ടിരിക്കും. 1 മാസം വേണമെങ്കിലും സ്വന്തം ഭർത്താവിനോട് മിണ്ടാതിരിക്കുന്ന ഭാര്യമാരുണ്ട്. 2 കൊല്ലം വേണമെങ്കിലും മിണ്ടാതിരുന്നോളും. അങ്ങനെ എത്ര സ്ഥലങ്ങളിലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ, ബീവി ഫാത്തിമ സുരലോക സുവർഗത്തിൽ സുഗന്ധപ്പൂ റാണിയാമേ സുന്ദരി മാണി ബീവി
ഫാത്തിമ റളിയല്ലാഹു അഗമിയിൽ മീകൈന്തുള്ളേ സുറൂമക്കൻ കനിയാളെ സുരബില സൂരറാണി ഫാത്തിമ റളിയല്ലാഹു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു വേള പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അലിയാർ റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പടച്ച റബ്ബേ എന്തോ ഒന്ന് പറയുമ്പോ അലിയാർക്ക് വിഷമം വരികയാണ്. അങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവ് മിണ്ടാതിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കുമ്പളയിൽ കടന്നു വന്ന എന്റെ പൊന്നു പെങ്ങളെ, ഭർത്താവ് ഇവിടന്ന് മിണ്ടാതിരിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെന്നിട്ട് ചിരിപ്പിച്ചു നോക്കി. അവിടന്ന് ശരീരത്ത് തൊട്ടു നോക്കി, കവിൽ തടത്തിൽ വിരലുകൊണ്ട് വട്ടം വരച്ചു നോക്കി. അരിയാർ തങ്ങളുടെ മുടിയിലൂടെ ഇടയിലൂടെ കൈയിട്ട് നോക്കി. അരിയാരുടെ മനസ്സവിടന്ന് മാറുന്നില്ലല്ലോ. ഫാത്തിമ ബീവിയുടെ കവിൽ തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി കടന്നു വരികയാണ്. റബ്ബേ, കിതാബുകളിൽ കാണാം 70 വെട്ടമെന്നും 80 വെട്ടമെന്നുമുണ്ട്. പിണക്കം മാറുന്ന സമയം വരെ അവിടെ അലിയാതങ്ങളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിപ്പോയ ഫാത്തിമ, യാ അല്ലാഹ്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പോവുകയാണ്. എവിടെയെന്നറിയോ? ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തില് അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോളെ എന്ത് സന്തോഷ വാർത്തയാണ് മോളെ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഹബീബേ, ഞാനും എന്റെ ഭർത്താവും ഒരുമിച്ചിരുന്നു കൊണ്ട് കഥകൾ പറയുമ്പോ സംസാരിക്കുമ്പോ പെട്ടെന്ന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്കെന്റെ നാവിലൂടെ വന്നു നബിയേ. ഇഷ്ടമില്ലാത്ത ഒരു വാക്കെന്റെ നാവിലൂടെ വന്നു നബിയേ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നോട് മിണ്ടാതിരുന്നു നബിയേ. എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് ഇണങ്ങി നബിയേ. എന്നോട് ഇപ്പൊ പിണക്കമില്ലല്ലോ, എന്നോട് വൈരാഗ്യമില്ലല്ലോ. ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ ഞാൻ വന്നതാണ് റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയോട് പറയുന്നു, മോളെ ഫാത്തിമ, നീ നിന്റെ ഭർത്താവിനോട് പിണങ്ങിയിട്ടാണ് ഇരിക്കുന്ന സമയത്താണ് നീ മരിക്കുന്നതെങ്കിലോ മാ സല്ലൈതു ബിക യാ ഫാത്തിമ, മോളെ, നീ നിന്റെ ഭർത്താവിനോട് പിണങ്ങി കഴിയുമ്പോ ആ ഒരു സമയത്താണ് പെണ്ണ് നീ അവിടുന്ന് വഫാത്താകുന്നതെങ്കിലും മരിക്കുന്നതെങ്കിലും മാ സല്ലൈതു ബിക യാ ഫാത്തിമ, നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കൂല മോളെ എന്ന് പഠിപ്പിച്ചതാരെന്നറിയോ? ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ പെങ്ങളെ, ഇന്നിവിടത്തേക്ക് നിങ്ങൾ പ്രഭാഷണത്തിന്റെ സദസ്സിൽ വരുമ്പോഴെങ്കിലോ ഏതെങ്കിലും നിങ്ങളുടെ ഭർത്താവിനോട് വഴക്കിട്ടിട്ടാ വന്നതെങ്കിലോ പിണങ്ങി കഴിഞ്ഞിട്ടാ വന്നതെങ്കിലോ നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങൾക്ക് രക്ഷയില്ല. 4 കാര്യം പറയണം. ഒന്ന്, ഭർത്താവ് മൊത്തുകൊണ്ട് പിണങ്ങി കഴിയാതിരിക്കുക. രണ്ടാമതോ, തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ജീവിതം മുന്നോട്ട് വെക്കുന്ന പെണ്ണായിരിക്കുക. തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിയണം. ഇതൊക്കെ ഒരുപാട് വ്യക്തമാക്കാനുണ്ട്. ഭർത്താവിന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം അറിഞ്ഞിട്ട് സഫലമാക്കുന്ന ഒരു പെണ്ണ് ഉണ്ടെങ്കിൽ ജീവിതം ധന്യം. എത്രേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് പറയാൻ
പറയാൻ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് നമ്മുടെ ഖൽബിന്റെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. മോളെ ഭർത്താവിന്റെ ആഗ്രഹം നീ അറിയണം, അത് ചോദിച്ചു മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തു. മുസ്തഫ നബി തങ്ങളുടെ വീട്ടിലായിരുന്നല്ലോ ആദ്യത്തെ താമസം. അങ്ങനെ താമസിക്കുമ്പോൾ അലിയാർ പറഞ്ഞു, മോളെ ഫാത്തിമ, ഈ വീട്ടിന്റെ ഉള്ളില് പൊന്നുമോളെ ഫാത്തിമ, ഈ കാണുന്ന വീടുണ്ടല്ലോ, റസൂലുള്ള പാവപ്പെട്ടവരല്ലേ ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂല് പാവപ്പെട്ടവരല്ലേ, അവര് പട്ടിണിയല്ലേ ഫാത്തിമ, അവര് വിശപ്പ് സഹിക്കുന്നവരല്ലേ ഫാത്തിമ, അതുകൊണ്ട് നമുക്ക് വേറെ ഒരു വീട്ടിലേക്ക് മാറി താമസിക്കാം ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സമ്മതിക്കുകയാണ്. എവിടേക്കാണ് മാറുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. പടച്ചവനെ, ആ വീട്ടിന്റെ ഉള്ളിൽ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. ഒരു വേള ഫാത്തിമയോട് അലിയാർ തങ്ങൾ പറഞ്ഞു, മോളെ ഫാത്തിമ, എനിക്കൊരാഗ്രഹമുണ്ട് മോളെ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിമാരിൽ ഒരു സ്വഹാബിക്ക് 2 വീടുണ്ട് ഫാത്തിമ. അതിൽപ്പെട്ട ഒരു വീട് നീ ചെന്നിട്ട് മുത്തു നബിയോട് പറഞ്ഞു പോയാ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് തരൂലേ ഫാത്തിമ? പടച്ചവനെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടം നിറഞ്ഞ മനസ്സോട് അവിടം ഇറങ്ങുകയാണ്. എന്റെ ഭർത്താവിന്റെ ഒരു ആഗ്രഹമാണല്ലോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇറങ്ങിയിട്ട് പോകുന്നത് എവിടെ? ലോകത്തിന്റെ മണവാളന്റെ മുമ്പിലാണ്. മുസ്തഫ നബി തങ്ങൾ ഫാത്തിമയെ കണ്ടപാട് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് പോവുകയാ. ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തില് തുരുതുരാമുത്തം കൊടുത്ത റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, എന്റെ പെങ്ങളെ, കാസർഗോഡ് ജില്ലയിലെ കുമ്പള എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വന്ന എന്റെ പൊന്നു പെങ്ങന്മാരെ, അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, മോളെ, ഭർത്താവിന്റെ വീട്ടിലുള്ള ജീവിതം എങ്ങനെ ഉണ്ട് ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എത്രയോ ദിവസം പട്ടിണി കിടന്ന പെങ്ങളെ, എത്രയോ ദിവസം വിശപ്പ് സഹിച്ചു പെങ്ങളെ, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് ധാരധാരയായി ഒലിച്ചു വന്നതിന്റെ പാട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കവിൾത്തടത്തിൽ കാണാം. എന്നിട്ടും ഫാത്തിമ ബീവി പറയുന്നു, ഇപ്പോ ഭർത്താവിന്റെ വീട്ടിലുള്ള ജീവിതമുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, സന്തോഷമാണ് ബാപ്പ. എന്തേ മോളെ ഈ ഒരു സമയത്ത് എന്റെ പൊന്നുമോൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുസ്തഫായ നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരാഗ്രഹമുണ്ട് നബിയേ, ആ ഒരാഗ്രഹം അവിടന്ന് നിറവേറ്റാ വന്നതാണ് റസൂലേ. റസൂലേ, അവിടത്തെയുടെ പ്രിയപ്പെട്ട ഒരു സ്വഹാബിക്ക് 2 വീടുണ്ടല്ലോ നബിയേ, 2 വീടുണ്ടല്ലോ നബിയേ. ആ ഒരു 2 വീട്, ആ ഒരു 2 വീടുള്ളപ്പോ അതിൽ നിന്ന് ഒരു വീട്, അതിൽ നിന്ന് ഒരു വീട് അവിടന്ന് തരണേ റസൂലേ, അവിടന്ന് തരണേ റസൂലേ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മാ സജത ദംഅൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി.
അല്ലാഹു സയ്യിദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇനിയും ഇതുപോലെ ഒരുപാട് ദുആയുടെ സദസ്സുകളിൽ നമുക്ക് വേണ്ടി നേതൃത്വം തരാ തങ്ങളവറുകൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ ചുരുക്കി വരികയാണ് പ്രിയപ്പെട്ടവരെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ നിറകണ്ണുകളോടെ പറയുന്നു, ഇപ്പോ രണ്ട് വീടുകളിൽ പെട്ട ഒരു വീട് നമുക്ക് തരാൻ പറയുവോ ബാപ്പാ? പടച്ചറബേ, ആ സമയത്ത് പ്രിയപ്പെട്ട റസൂലുള്ള പറയുന്നു, മോളെ അത് ബാപ്പയ്ക്ക് ലജ്ജയാണ് മോളെ, ബാപ്പയ്ക്ക് ലജ്ജയാണ് മോളെ, ബാപ്പയ്ക്ക് ലജ്ജയാണ്. ബാപ്പ ചോദിക്കൂല ഫാത്തിമ, ബാപ്പ ചോദിക്കൂല ഫാത്തിമ എന്ന് പറയുമ്പോ നിറകണ്ണുകളോടെ സങ്കടത്തോടെ കണ്ണുനീര് അണപൊട്ടി ഒഴുകി പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുന്നു, റസൂലുള്ളാഹിക്ക് ലജ്ജയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഫാത്തിമ ബീവിയും റസൂലുള്ളാഹി തങ്ങളും സംസാരിച്ചത് ഒരു സ്വഹാബി കേട്ടിട്ട് ഈ സ്വഹാബിയുടെ കാതുകളിലേക്ക് എത്തിച്ചു. ഈ സ്വഹാബി ഓടി വരുന്നു, ഓടി വന്നിട്ട് പറയുന്നു, നബിയേ, അവിടുന്ന് ഒരു വീടല്ല നബിയേ, രണ്ട് വീട് വേണമെങ്കിലും അവിടത്തേക്ക് തരാ ഞാനൊരുക്കമാണ് നബിയേ. എന്നോട് ചോദിക്കാൻ എന്തിനാ നബിയേ മടി കാണിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സന്തോഷവാർത്ത അറിയിക്കുമ്പോ, എന്റെ പെങ്ങളെ, അവിടെ നീ സന്തോഷവാർത്ത ഫാത്തിമാൻ അറിയിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരാഗ്രഹം, ഭർത്താവിന്റെ ആഗ്രഹം അവിടെ നിന്ന് നിറവേറിയതെന്നറിയോ? തന്റെ ഭർത്താവിനൊരു പുതിയ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹമുണ്ടെന്നറിഞ്ഞു പോയ പ്രിയപ്പെട്ട ഫാത്തിമ അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് പോയിട്ട് അവിടെ നിന്ന് കരഞ്ഞിട്ട് പറയുമ്പോ, ആ ഒരാഗ്രഹം നിറവേറിയില്ലേ പെങ്ങളെ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, അതുകൊണ്ട് ഭർത്താവിനെ പിണക്കാൻ പാടില്ല. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ജീവിക്കുന്ന പെണ്ണാവുക, പിന്നീട് ഭർത്താവിന്റെ കണ്ണുനീര് വരാതെ സൂക്ഷിക്കുന്ന പെണ്ണാവുക. നല്ല നല്ല കഥകളുണ്ട്, ഫാത്തിമ ബീവിയുടെ ചരിത്രങ്ങളുണ്ട്, ചുരുക്കുകയാണ്. തങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള പെങ്ങളെ, ഒരു തുള്ളി കണ്ണുനീര് വരുത്തല്ലേ. ഞാൻ ചുരുക്കുന്നു. അവസാനം പറഞ്ഞു, ഭർത്താവിന്റെ വരവും ചെലവും കണക്കനുസരിച്ച് മോളെ, നീ നിന്റെ ജീവിതം മെച്ചപ്പെടുത്തണം. 1000 രൂപയാണ് ഒരു മാസം നിന്റെ ഭർത്താവിന് ഉദാഹരണത്തിന് കിട്ടുന്നു എന്ന് കരുതുക. എന്നാൽ അതിന്റെ ഉള്ളിലായിരിക്കണം നിന്റെ ചെലവെന്ന് പഠിപ്പിക്കുമ്പോ, ഒരു വേള ഞാൻ ഒരൊറ്റ ചെറിയൊരു 2 മിനിറ്റിന്റെ ചരിത്രം പറഞ്ഞു നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒന്ന് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ ആയിഷ, പട്ടിണിയാണ് മോളെ, വിശക്കുന്നു ആയിഷ, ഈ വീട്ടിന്റെ ഉള്ളിൽ കഴിക്കാൻ വല്ലതുമുണ്ടോ? അവിടെ പറഞ്ഞ റസൂലേ, ഇവിടെ പട്ടിണിയാണ് നബിയേ, ഇവിടെ വിശപ്പാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ പോയിരുന്നിട്ട് മുട്ടുകാല് ചുരുട്ടിക്കെട്ടി വയറ്റത്തേക്ക് വെച്ചിട്ട് വിഷം നെട്ടിയ വയറുമായി കിടന്നുറങ്ങുന്ന റസൂല് ആ മുത്തിന്റെ ചാര പോയിട്ട് ആയിഷ ബീവിയുടെ കൈകൊണ്ട് റസൂലുള്ളാന്റെ കവിൾ തടത്തിലും വയറ്റിലും തടകിയിട്ട് അവിടെ നിന്ന് നിറകണ്ണുകളോടെ പറയുന്നു, നബിയേ, എത്രയോ ദിവസം നീ ആയിഷ പട്ടിണി കിടന്നു നബിയേ, പിന്നെ എന്തുകൊണ്ട് ഞാനൊന്നും പറയാത്ത എന്നറിയോ? അവിടന്ന് പട്ടിണിയാണെന്നറിയാ, അവിടന്ന് വിശപ്പ് സഹിക്കുന്നവരാണെന്നറിയാ, അവിടന്ന് നൊമ്പരം സഹിക്കുന്നവരാണെന്നറിയാ, അതുകൊണ്ട് പറയാത്തതാണ് നബിയേ. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, നിറഞ്ഞ മനസ്സോടെ ജീവിതം മെച്ചപ്പെടുത്തി അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന കോലത്തില്, റസൂലുള്ളാഹിനെ വഴിപ്പെടുന്ന കോലത്തില് ജീവിതം മാറ്റാ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ വാക്കുകളെ ജീവിതത്തിന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കുടുംബ ജീവിതം അടിച്ചു പിരിഞ്ഞു പോകുന്ന ഒരു കോലം അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ. അതുകൊണ്ട് ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല.